ശ്രീ ആദികേശവൻ സാർ, ഈ 6.5 to 7 ആണ് സാമ്പത്തിക സർവേ പറയുന്നത്. 7.2 പ്രതീക്ഷിക്കുന്നുണ്ട് RBI. FBI പറയുന്നുണ്ട്, ഈ പ്രതീക്ഷ തന്നെ അവരും പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ വലിയൊരു പ്രതീക്ഷയുടെ നടുവിലാണ് ഒരു ചരിത്ര ബജറ്റ് അവതരിപ്പിക്കാൻ നിർമ്മലാ സീതാരാമൻ വരുന്നത്. എന്ത് പ്രതീക്ഷിക്കണം? അതായത് ഈ വളർച്ചാ നിരക്ക് രാജ്യങ്ങളിൽ, ലോകരാജ്യങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു നിരക്കിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അസന്ദിഗ്ധമായി നമുക്ക് പറയുവാൻ സാധിക്കും. ഈ 6.5 to 7% എന്ന് പറഞ്ഞത് 24-25 നടപ്പ് സാമ്പത്തിക വർഷത്തിലെ വളർച്ചാ നിരക്കിനെ കുറിച്ചുള്ള ഒരു പ്രൊജക്ഷനാണ്. കഴിഞ്ഞ വർഷം 23-24 സാമ്പത്തിക വർഷം 8.2% വളർച്ചാ നിരക്ക് കൈവരിക്കുവാൻ നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് സാധിച്ചു. അതിൻ്റെ മുമ്പിലത്തെ വർഷം 7%, അതിനു മുമ്പിലത്തെ വർഷം 9.7%. 9.7% എന്നുള്ളത് ഒരുപക്ഷെ പറയാൻ സാധിക്കും കോവിഡ് കാരണം താഴോട്ട് പോയ സമ്പദ്ഘടന വീണ്ടും കുതിച്ചുയരുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഒരു ഉയർന്ന വളർച്ചാ നിരക്ക് അതിൽ പ്രതിഫലിക്കും, അതാണെന്ന് കാണിച്ചത് എന്നുള്ളത് പറയാൻ സാധിക്കും. പക്ഷേ തുടർച്ചയായിട്ട് 7, 8.2, പിന്നെ ഈ വർഷം 6.5 to 7. അതും അദ്ദേഹം പറയുന്നുണ്ട്, എക്കണോമിക് സർവേയിൽ പറയുന്നത് മാത്രമല്ല, ഇപ്പം നേരത്തെ കൃഷ്ണരാജ് പറഞ്ഞ പോലെ RBI അതിനേക്കാളും ഉയർന്ന നിരക്ക്, SBI കഴിഞ്ഞ വർഷം പോലും 8 എന്നുള്ള ഒരു ഫിഗർ പറയാൻ ആയിട്ട് സന്നദ്ധരായ ഒരേ ഒരു ഇക്കണോമിക് റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ് SBIയുടെ ആയിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഈ വർഷം വളർച്ചാ നിരക്ക് 7% തന്നെയായിരിക്കും. ആഗോളതലത്തിലുള്ള വളർച്ചാ നിരക്ക്, അതാണ് നമ്മുടെ ഈ പ്രേക്ഷകരും മറ്റുള്ള ആൾക്കാരും മനസ്സിലാക്കേണ്ടത്. ആഗോള നിരക്കിലുള്ള ആവറേജ് ഗ്രോത്ത് 3%, 3.5% ഉള്ളൂ. അപ്പോൾ ഇന്ത്യക്ക് 2 മടങ്ങോളം വളരുവാൻ സാധിക്കുന്നു. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലം 1. 2, അതിൻ്റെ പിൻബലത്തോടു കൂടി വിഭവ സമാഹരണം നല്ലവണ്ണം നടത്താനായിട്ട് സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ ചെലവിലേക്കായി RBI ഡിവിഡൻഡ് ഒരു 2,10,000 കോടി കൊടുത്തു. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം കൂടി ചേരുമ്പോൾ വിഭവ സമാഹരണത്തിൽ കാര്യക്ഷമത സർക്കാർ കൈവരിച്ചിരിക്കുന്നു. വളർച്ചാ നിരക്ക് കൂടുമ്പോൾ ടാക്സ് കളക്ഷൻ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. കൂടാതെ RBI കൊടുത്ത ഈ 2 ലക്ഷത്തിൻ്റെ അധിക വരുമാനം, ഡിവിഡൻഡ്, ഇതൊക്കെ നോക്കുമ്പോൾ ബഡ്ജറ്റിൻ്റെ മൊത്തം തോത്, അതാണ് പ്രധാനമായിട്ടും എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. ഇൻ്ററിം ബഡ്ജറ്റിൻ്റെ മൊത്തം തോത്, ബഡ്ജറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നില്ലേ, 47,60,50,000 കോടിയായിരുന്നു. കൂടുതൽ ചിലവാക്കുന്നത് ശരിക്കും സമ്പദ്ഘടനയ്ക്ക് നല്ലതാണ്. ബഡ്ജറ്റിൻ്റെ തോത് വലിപ്പം കൂടും തോറും ശരിക്കും പറഞ്ഞാൽ കൺസംഷൻ, ഉപഭോഗം ഇതൊക്കെ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത്രയും കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ, ഇന്ന് അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിൽ എൻ്റെ പ്രതീക്ഷ 50 ലക്ഷം കോടിയോളം, 49,70,75,000, 50 ലക്ഷം കോടി സൈസിൻ്റെ ബഡ്ജറ്റായിരിക്കും അവതരിപ്പിക്കപ്പെടുക. അത് ധാരാളം സാധ്യതകൾ തുറന്നിടുന്നു. പ്രത്യേകിച്ചുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ശ്രീ രഞ്ജിത്തൊക്കെ ഉള്ളതുകൊണ്ട് അടുത്ത ഒരു റൗണ്ടിൽ എനിക്ക് വളരെ ബേസിക്കായിട്ട് ഒരു സംശയം ചോദിക്കാനുള്ളത്, ഇതിപ്പോൾ 3ാമത് മോദി സർക്കാർ അധികാരത്തിൽ ഏറിയിരിക്കുകയാണ്. ഇത്തവണ ഒരുപക്ഷേ ഭൂരിപക്ഷം കുറഞ്ഞു, ഘടകകക്ഷികളുണ്ട്, അവരെയൊക്കെ തൃപ്തിപ്പെടുത്തണമെന്നൊക്കെ നമ്മളങ്ങനെ വിശകലനം ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും ഒരു തുടർച്ച ഏതൊരു മേഖലയിലും അനിവാര്യമാണ്. ഇപ്പോൾ 3ാം മോദി സർക്കാർ 2047 വികസിത ഭാരതം എന്നുള്ളൊരു കാര്യം മുന്നിൽ കണ്ടുകൊണ്ട് അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അടിസ്ഥാന സൗകര്യ വികസനം, നിർമ്മാണം, തൊഴിലവസരങ്ങൾ, അതിന് എത്രത്തോളം ഈ ഒരു തുടർച്ച, ഒരു സർക്കാരിന് തുടർച്ച ഗുണകരമാകുമെന്നുള്ളത്? രഞ്ജിത്ത്, ഞാൻ ഒരു മിനിറ്റ് പറഞ്ഞിട്ട്. നല്ല ചോദ്യമാണ്. അതായത് ഏത് രീതിയിലാണ് നമുക്ക് തുടർച്ച പ്രതീക്ഷിക്കാവുന്നത്? അവിടെയും ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് അടിസ്ഥാന സൗകര്യ മേഖലയ്ക്ക് വേണ്ടി ഇൻ്ററിം ബഡ്ജറ്റിൽ 11,11,111, അതൊരു സംഖ്യ ഒപ്പിച്ചെടുത്തതായിരിക്കാം, എന്നാലും 11,11,111 കോടിയാണ് അടിസ്ഥാന പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ. അതിന് മുമ്പിലത്തെ വർഷത്തെ ബഡ്ജറ്റിൽ 10 ലക്ഷം കോടിയായിരുന്നു. അതായത് 23-24 ബഡ്ജറ്റിന് 10 ലക്ഷം കോടിയായിരുന്നു. 22-23 7.5 ലക്ഷം കോടിയായിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിലൊന്നും തന്നെ, ഈവൻ 2014 ശേഷം അവതരിപ്പിക്കപ്പെട്ട NDA സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ പോലും ഇത്രയും വലിയ നീക്കിയിരിപ്പ് അടിസ്ഥാന സൗകര്യ മേഖലയ്ക്ക് വേണ്ടി വന്നിട്ടില്ല.
ആ രീതിയിൽ അവിടെയും ഞാനൊരു പ്രതീക്ഷ വയ്ക്കുന്നു. 11,11,000 ഒരു പക്ഷേ ഈ സമ്പൂർണ്ണ ബഡ്ജറ്റിൽ 12 ലക്ഷം കോടിയായിട്ട് ഉയർത്താനുള്ള സാധ്യത, കാരണം അത്രയും അധിക വിഭവ സമാഹരണം നടന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിക്ക് തുടർച്ചയും, പിന്നെ ജനക്ഷേമത്തിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ ബഡ്ജറ്റിൽ ചെയ്യാതെ പോയ 1-2 കാര്യങ്ങൾ, ഇപ്പോൾ PM കിസാൻ 6,000 രൂപ വീതം കർഷകർക്ക് കൊടുക്കുന്ന ഒരു സ്കീം, നല്ല സ്കീമാണ്. അതിലെ ഒരു വർധന നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ഇൻ്ററിം ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്യുമെന്ന് വിചാരിച്ചു, അത് വന്നില്ല. ഇത്തവണ തീർച്ചയായിട്ടും മാറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാർഷിക മേഖലയ്ക്ക് കുറേ അധികം കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്, ചെയ്യേണ്ട കെൽപ്പ് സർക്കാരിനുണ്ട്, പ്രതീക്ഷയുമുണ്ട്.